ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിട്ടുകാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ചങ്ങാതിമാർ കുറേ നാളായിട്ട് എന്നോട് പറയുന്നതാണ് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി വേണം. എന്നാൽ പിന്നെ കെട്ടക്കെട്ട എന്ന് ഓർത്ത് ഒന്നും നോക്കില്ല, കണ്ണടച്ച് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നു. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. എന്നാൽ പേര് നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം ചിക്കൻ ഇങ്ങനെ നീളത്തിലരിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 2 ലെമൺ ബജ്ജി ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക, സ്റ്റൈലായിട്ടങ്ങ് ഒഴിക്കുക, കണ്ടല്ലേ. ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് വൈറ്റ് പെപ്പറും ഇത്രയും കൂടെ ഇട്ട് അങ്ങ് തിരുമ്മി വെക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങ് വെച്ചു. അപ്പോൾ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ലെവലായി സാധനം കിട്ടും. ആ സമയത്ത് ഇത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ നമുക്കുണ്ട്. മൈദ, കോൺഫ്ലവർ ഇച്ചിരി കൂടുതലിട്ട്, കാരണം ക്രിസ്പായിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി പഞ്ചസാര, ഉപ്പ്, അതിനുശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇങ്ങ് വാരി ഇങ്ങ് വിതറുക. ശേഷം ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇവനെ കലക്കി ഉരുവാകും. ആദ്യം വെള്ളം ഒഴിച്ച ശേഷം ഇവനൊന്ന് ടൈറ്റായിട്ട് മുറുകും ഇതുപോലെ. അപ്പോൾ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെ നല്ലവണ്ണം അങ്ങ് ഇതുപോലെ വിസ്ക് വെച്ച് കലക്കി ഒരു തരി പോലും ഇല്ലാതെ ഈ രൂപത്തിൽ ഭാവത്തിലൊക്കെ ആക്കിയെടുക്കുക. കണ്ടോ? ശേഷം ഇവനെടുത്ത് ഇതിലേക്കൊരു മറി പറിക്കാം, ചിക്കനിലേക്ക്. എന്നിട്ട് ഇതിങ്ങനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് രൂപം ഭാവമൊക്കെ ആക്കി എടുക്കാം. കണ്ടോ? ഇതുപോലെ ആക്കിയ ശേഷം നമ്മുടെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ കറക്കി കുത്തിയെടുത്ത് നേരെ തീ പിടിപ്പിച്ച ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം ഇവനിലേക്ക് നമ്മളിങ്ങനെ ചിക്കൻ ഇങ്ങനെ വാരി ഇങ്ങനെ വിതറുക. വിതറുന്ന സമയത്തെ ഓയിൽ കയ്യിലൊന്നും വീഴാതെ നോക്കണം കേട്ടോ. ഞാനങ്ങനെ പലതും പറയും, നിങ്ങളതെല്ലാം അങ്ങനെ കേട്ടോണ്ട് ഓയിലിനകത്തൊക്കെ കയറി ചാറി വിതറാൻ നിൽക്കരുത്. അപ്പോൾ ഇത് നേരത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനെ ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് ഫ്രൈ ചെയ്യുക, നല്ല കരിമുരാന്നങ്ങ് ഫ്രൈ ചെയ്യുക. നമ്മൾ കരിച്ച് കളയല്ലേ, ക്രിസ്പി ആയിട്ടങ്ങ് ഫ്രൈ ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ. അതാണ് ഉദ്ദേശിച്ചത്. കണ്ടല്ലേ? ഈ കളറിലങ്ങ് എടുക്കുക. ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. ഉണ്ടോ? ഓയിൽ തണുത്ത് പോകല്ലേ, കാരണം ഓയിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു പരുവ രൂപമൊക്കെ ആയി കിട്ടും. അപ്പോൾ ശേഷം അടുത്ത് നമ്മൾ കടായി ചൂടാക്കിയ ശേഷം ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒഴിച്ച ശേഷം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇവനൊരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് കണ്ടില്ലേ, എല്ലാം സെറ്റായി ഇങ്ങ് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് വത്തലമുളക് നീളത്തിലരിഞ്ഞത് ഇതുപോലെ എടുത്തിട്ട് മറിച്ച് അവനെയും ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യാം. ശേഷം ഇച്ചിരി കാഷ്യൂട്ട് അതിലേക്കൊരു മറിക്കുക. എന്നിട്ട് അതും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കാഷ്യൂട്ട് ഫ്രൈഡ് കാഷ്യൂട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലാത്ത പക്ഷേ ഇതുപോലെ എടുത്തിട്ട് എന്നിട്ട് സവോളയും ക്യാരറ്റും ചെറിയതായിട്ട് നീളത്തിലരിഞ്ഞത് ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റാണെന്ന് ചോദിച്ചാൽ സോഫ്റ്റാണ്, ക്രിസ്പിയാണെന്ന് ചോദിച്ചാൽ ക്രിസ്പിയാണ്. ഒരു രസമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കടിക്കാൻ വേണ്ടി. ആ രൂപത്തിലും ഭാഗത്തിലൊക്കെ ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യാം. ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ആവശ്യത്തിന് നോക്കിയിടാവുള്ളൂ കേട്ടോ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ആകെ വൾഗറാവും. ഇല്ലാത്ത വശം എരിവും കൂടും, എല്ലാം കൂടെ ഒരു പരുവം പോകും. അപ്പോൾ ആവശ്യത്തിന് ചില്ലി പേസ്റ്റൊക്കെ ഇട്ട ശേഷം റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി സോസും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ലെവലായി സാധനം കിട്ടും. ആ സമയത്തേക്ക് ലൈറ്റായിട്ടൊന്ന് ഡാർക്ക് സോയ ലൈറ്റ് സോയ ഏത് വേണം ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഇട്ട് ഇങ്ങനെ ടോസ് ചെയ്യാം. കറക്കി ഈ കറക്കുന്നതൊക്കെ കൊള്ളാം. വീട്ടിലൊക്കെ കറക്കി കഴിഞ്ഞാൽ അപ്പുറത്തൊന്നും ചെല്ലല്ലോ കേട്ടോ. നേരെ ദൂഷ്യം കണ്ടൊക്കെ കറക്കിയ ശേഷം കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഈ സാധനമൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അതിൽ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കുരുമുളക് പൊടി ഇടുക. കാരണം നേരത്തെ ഇതിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആര് വിതറല്ല, ഒരു പരുവവും ഭാവമൊക്കെ ആയിപ്പോയി. ശേഷം ഇവനൊക്കെ ഒരു പരുവത്തിലായ ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തത് ഇതിലേക്കൊരു മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് കലക്കി കൂട്ടി ഇതുപോലെ അങ്ങ് മറിച്ചു, നല്ല സ്റ്റൈലായിട്ടങ്ങ് മറിച്ചു. അപ്പോൾ ഇതുപോലെ മറിക്കാൻ പറ്റില്ലെങ്കിൽ പയ്യെ സ്ലോ മോഷനിൽ ഇങ്ങനെ തവി വെച്ച് ഇങ്ങനെ മറിച്ച് വിട്ടാലും മതി. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ പക്കത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങ് വാരി വിതറുക. നല്ല സ്റ്റൈലായിട്ട് സ്പ്രിംഗ് ഓണിയൻ വാരി വിതറിയ ശേഷം ഒത്തിരി ഉടച്ച് കളയല്ലേ, എല്ലാം കൂടെ ഉടച്ച് ഒരു പരുവാക്കി കളയല്ലേ. കൂടുതലിട്ട് കഴിഞ്ഞാൽ സോഗിയായിപ്പോൾ ക്രിസ്പിയായി കിട്ടത്തില്ല. ഈ രൂപത്തിൽ കിട്ടും. ഇപ്പോൾ രക്ഷയില്ല എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. സ്മെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്ത് കൂടെ ഇച്ചിരി
സിസിം സീഡ് റോസ്റ്റ് സിസിം സീഡ് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ കാണാൻ എൻ്റെ ലെവൽ കാണാൻ മാത്രമല്ല കഴിക്കാനും ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങ. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് തള്ളിവിടാം എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല, സാധനം വേറെ ലെവലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത ഐറ്റം